ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങുന്നത് രാവിലെ നേരം പരപ്പരാനിങ്ങനെ വെളുത്ത് തുടങ്ങുന്നുള്ളൂ കേട്ടോ. കണ്ടില്ല എന്ത് രസമാണില്ലേ രാവിലെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അതാണ് നോക്കി നിന്ന് കൂടുതൽ സമയം നോക്കിക്കാൻ നേരമില്ലേ, കാരണം വേഗം അടുക്കളയിൽ കയറണം. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ദിവസം, ഞാൻ കുറച്ചധികം കഷ്ടപ്പെടാൻ പോകുന്നൊരു ദിവസമാണ് കേട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇതാ നിങ്ങളെല്ലാവരും കാത്തിരിപ്പിൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, നിങ്ങളെന്താണ് കാത്തിരിപ്പിൻ്റെ വിശേഷങ്ങളൊന്നും പറയാത്തത്, കാത്തിരിപ്പ് എപ്പിസോഡ് എപ്പോഴാണ് തുടങ്ങുന്നത്, നിങ്ങളെപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്, അങ്ങനെ ചെറുപറാ കമൻറ്റുകളും കാര്യങ്ങളുമാണ്. നമ്മൾ ലൈവിൽ വന്നപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളെന്താ ഈ കാത്തിരിപ്പ് എന്നുള്ള പേര് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ എവിടെ ഇത് കാണാനില്ലല്ലോ എന്നൊക്കെ കുറേ പേർക്കൊക്കെ ദേഷ്യം പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. കാരണം ഇന്ന് നമ്മൾ കാത്തിരിപ്പിൻ്റെ ഷൂട്ട് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, കാത്തിരിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എവിടെ എത്തി, എന്നാണ് നമ്മൾ പുതിയ സ്റ്റോറി ഇടാൻ പോണത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ കാത്തിരിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ട സമയത്ത് അതിൻ്റെ പേരിട്ടത് കാത്തിരിപ്പ് എന്നാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിടുന്നത് എന്തായിരിക്കും. അപ്പോൾ ഇതൊരു ഫാമിലി റിലേറ്റഡ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിന് നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അതിലൊരു പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ സെലക്ട് ചെയ്ത കമൻറ്റ് ഇട്ട ആൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു പേര് കമൻറ്റ് ചെയ്യുക. നാട്ടിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും എൻ്റെ അടുക്കളയിൽ നിന്ന് രാവിലെ ഒന്നും കേൾക്കണത് ഈ ഒരു സൂസൂസു ദോശ ചുടുന്ന ഒച്ചയ്ക്കാരട്ടാ. കാരണം ഇവിടെ എൻ്റെ കെട്ടിയോർക്കും മക്കൾക്കും രാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ദോശ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണമ്പി തിന്നാലും എനിക്ക് ഈ ഒരു സംഭവം ചൂടാൻ നയിക്കണിട്ടപ്പോൾ അങ്ങനെ രാവിലെ ഇതാ ഒരു കോഫിയും കുടിച്ച് ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോഫി ശീലാണ് കേട്ടോ എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു വൃത്തിയട്ട ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വൃത്തിയട്ടാന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷേ എനിക്ക് ഈ ഒരു ശീലം എന്തോ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. നോമ്പിൻ്റെ മുന്നായിട്ട് എനിക്ക് കുറച്ച് ശ്രമം നടത്തി നോക്കിയതാ, പക്ഷേ എനിക്ക് നോമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പോലെയാണ് കേട്ടോ. ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്, ഇനി അത് മാറ്റിയെടുക്കാൻ വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയുന്നുണ്ടിട്ടാ. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് നടക്കണില്ല. ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണെന്ന് വെച്ചാൽ വെയിറ്റ് വല്ലാണ്ട് കൂടും ചെയ്തിരിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വെയിറ്റിൽ എത്തുന്നത് കിട്ടാം. ഇൻഷാ അല്ലാഹ് ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കിച്ചു ഇതാ റെഡി ആയിട്ട് ഓഫീസിൽ പോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആളിവിടെ ക്യാമറ ഓണാക്കി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴുള്ള വരവാണ് ഇതിട്ടത്. അങ്ങനെ കിച്ചുവിന് ചായയും കൊടുത്ത് ഞാൻ എൻ്റെ കോഫി എടുത്തോടുന്ന് അവിടെ വന്നിരുന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഓരോ വിശേഷങ്ങളും പറഞ്ഞിട്ട് ഇട്ടെങ്കിൽ ചായ കുടിക്കാൻ കേട്ടാ. കിച്ചു ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉച്ചക്കുള്ള പരിപാടികളും നോക്കണം. അതായത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാത്തിരിപ്പിൻ്റെ ഷൂട്ടിങ്ങും വിശേഷങ്ങൾക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ടാ. നേരെ ഒരു 7-7:30 കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ജനൽ തുറന്ന് പുറത്ത് നോക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് തോന്നൂല. എന്തായാലും ഈ ഒരു വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ് അല്ലേ. ഉച്ചക്കുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഇന്നത്തെ കാത്തിരിപ്പിൻ്റെ ഷൂട്ടിന് ഈ ഒരു ബീഫ് മസ്റ്റാണ്. ബീഫും ബിരിയാണിയും ഒക്കെ വേണട്ടെന്ന്. ഒരു ഷൂട്ട് നടക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ പറയുക പണിയോളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയലില്ലേ. കാരണം നമുക്ക് ഒരു എപ്പിസോഡ് എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള A to Z എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. പ്രത്യേകിച്ച് മക്കളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഷൂട്ട് എടുക്കുന്ന ദിവസം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഓരോന്നും എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ആ ഒരു എപ്പിസോഡിന് തന്നെ ഇതൊക്കെ മസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡും അങ്ങനെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഷൂട്ട് കാര്യങ്ങൾ തുടങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കേണ്ട. ബബുലൂട്ടി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അഭിനയങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാത്തിരിപ്പിൻ്റെ ഓരോ എപ്പിസോഡിൽ കാണട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാക്കിറിൻ്റെയും ബബുലൂട്ടിൻ്റെയും ഒരു സീനാണ് കേട്ടോ. ഫുഡ് രസമില്ല. ഓക്കെ പോരി. ഷൂട്ടുള്ള ദിവസം സത്യത്തിൽ നല്ല രസമാണ് കേട്ടോ. ശരിക്കും കുഞ്ഞാലിയാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, മൂപ്പര് നല്ല വൈബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിൻ്റെ ഇടയിലുള്ള ഓരോരോ കോമഡികളും വർത്താനും ഒക്കെ പാടിയായിട്ട് നല്ല രസമായിട്ട് പോകും. അങ്ങനെ ഷാക്കിറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാവും പോയി. പിന്നെ കുഞ്ഞാലിയാക്കാൻ്റെ സീനായിരുന്നു കേട്ടോ. അതായത് നമ്മളുടെ ആഷിക്കിൻ്റെ. അപ്പോൾ ആഷിക്കിൻ്റെ സീന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇന്ന് ഫിനൂട്ടനും കൂടിയുള്ള എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ പറയും വേണ്ട കേട്ടോ. ഫിനും കുഞ്ഞാലിയാക്കി ഏകദേശം ഒരേ വൈബാന്ന് പറഞ്ഞ പോലെയാണ്. ഒരാൾ ഇങ്ങോട്ട് അറിയുമ്പോൾ ഒരാൾ അങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് റീടേക്ക് എടുത്തിട്ട് പിന്നെ കുറേ സമയം അങ്ങനെ പോയിട്ടോ. ഒരിക്കലും ഫിനു സീരിയസ് ആയിട്ട് കാര്യം പറയണം. ഫിനു എന്തോ ഇങ്ങോട്ട് നോക്കല്ലടാ, അങ്ങോട്ട് നോക്ക്. ആ പടക്കം നടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ പിന്നാമ്പുറ കാഴ്ചകൾ.
ഇവിടെ പാലയാച്ചല്, അവിടെ ഇവിടെ കളി കാണല്, ഇവിടെ വീഡിയോ എടുക്കല്. ബാക്കിൽ നിന്നിട്ട് കാട്ടണുണ്ടെങ്കിൽ ഇവിടെ എന്താണത് സീരിയസ് ആയിട്ട് കുടുംബ ചർച്ച നടക്കടാ. ഈ ചെങ്ങായിനുണ്ടല്ലോ ഇവിടെ ഞങ്ങള് തോമക്കൽ പഞ്ചായത്തിൽ അരി വർക്കിംഗ് കൊണ്ട് നിൽക്കുമ്പോൾ 6 കിച്ചുമുണ്ടല്ലേ ഇനി കൺട്രോൾ പോയില്ലേ. കിച്ചുമുണ്ടല്ലേ പാപ്പി മകനും കൂടി ബൈക്കൊക്കെ ആക്കണ്ട അവിടെ ഇരിക്കും. എന്താ പറഞ്ഞോട് ആ ഓക്കെ ആ എന്തോന്ന് വേറെ കുട്ടിയാണോ മോനെ? ജീവിതത്തിൽ മൊത്തം തമാശ പറഞ്ഞ് സീരിയസ് റോളൊന്നും കുളിച്ചില്ലെങ്കിൽ വല്ല പോയി പല്ലേച്ചാലെന്ന് പറഞ്ഞാൽ നീറ്റ് വന്നതാണ്. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിന്റെ അവസാന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും പെട്ടെന്ന് തന്നെ എപ്പിസോഡുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങളും. അതിനു മുന്നേ നമ്മൾ കാത്തിരിപ്പിന് വേണ്ടിയിട്ട് പുതിയൊരു സംഭവം കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടിയും കാണിച്ചു തരാം. ഫീന് പറ എന്താ ഈ കാരം? ഉമ്മിയുടെ ഫോട്ടോ ഉമ്മിയുടെ ഫോട്ടോ ഉമ്മിക്കുട്ടി പൊടി അതല്ലേ ഇത് പിടിക്കടാ. തുറന്നോക്കി അല്ല നിങ്ങളെല്ലാരും കൂടി കൈയിട്ട് തുറക്കരുത്. അങ്ങനെ എല്ലാവർക്കും കൂടി തുറക്കാൻ പറ്റണമെന്ന് സഹനല്ലോ. കാക്ക് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ ഓക്കെ മനസ്സിലായി. ഇതാണ് മൊട്ട ട്രേലാക്കി കൊടുക്കുന്നതാണ് നമ്മള്. ഇതിപ്പോ നിങ്ങൾ നോക്കല്ലേ, സർപ്രൈസ് അല്ലേ? നിങ്ങൾ കണ്ണടച്ചോ? കണ്ടാറത് ചീറ്റി പോയി എടുക്കാൻ വയ്ക്കില്ല. ഞാനേറ്റ കുത്തം വിട്ട് എത്തി നോക്കണേ. അങ്ങനെ അപ്പൊ എത്തി നോക്കരുത്. അപ്പൊ എങ്ങനെ മനസ്സിലാവുക? സത്യം ഇങ്ങോട്ട് നിൽക്ക് നിങ്ങൾ മൂന്നാളും. പൊട്ടിക്കല്ലേ കുൽക്കല്ലേ. ആണ്ടൊക്കെ തിരിഞ്ഞ് കാണിച്ചാളെ. കൊറേ നേരം ഓല് കാണാൻ വേണ്ടി നോക്കിക്കണ്. ഇക്കൊരു ലാപ്ടോപ്പ് ആക്കിയപ്പോ പോകത്തിന് സന്തോഷമില്ലല്ലോ. നിങ്ങളൊക്കെ എന്താ എക്സ്പെക്ട് ചെയ്തത്? അല്ല മേടിക്കലടി. ഇത് നമ്മളെ പുതിയ കഥക്ക് വേണ്ടിട്ടുള്ള എന്താണ് ലാപ്ടോപ്പ്. ഇവിടെ വെച്ചിട്ട് ഉമ്മിയുടെ ഫോട്ടോ സർപ്രൈസ്. ഉമ്മിയുടെ ഫോട്ടോ അത്ര ഒരുത്തി ഫ്രെയിം. എന്താ നിങ്ങൾക്ക് സർപ്രൈസ് തലയന്മാര്, ഇമ്മച്ചിക്കൊരു സർപ്രൈസ് എന്നാ പറഞ്ഞത്. പൊട്ടനായിരുന്നു ഞാൻ ബബലുവിന്റെ പോയി പൈസ ഇവിടെ പറഞ്ഞ കണ്ടട്ടെ. എന്റെ മറിയ ഉണക്ക സൂപ്പർ അല്ലേ? ഇത് എന്റെ, ഇത് ആരോഗ്യസ്. അറിയണതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിട്ടമ്മ. അറിയണം മാത്രം പറഞ്ഞാൽ മതിട്ട. ആൽഫബറ്റിക് കീസ്, നമ്പേഴ്സ് കീ. ഞാൻ പറഞ്ഞ എ ബി ഷിഫ്റ്റ് ബട്ടൺ. ഇത് ക്യാപ് ലോക്ക്. ക്യാപ് ലോക്ക് എന്തിനാ യൂസ് ചെയ്യാ? സാധനങ്ങളൊക്കെ ലോക്കാക്കാൻ.
അതെ പഠിയൂല പഠിക്കൂല ബാക്കില് സ്പേസ് ഉണ്ടാക്കാൻ ഞാൻ പറയട്ടെ ബാക്ക് സ്പേസ് അമ്മ ഞാൻ വെച്ച് പറയട്ടെ ഞങ്ങൾ ഉണ്ടല്ലോ കേട്ടാ. അപ്പൊ നമ്മുടെ കാത്തിരിപ്പിന്റെ പുതിയ കഥക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച നമ്മളെ പുതിയ സംഭവം ലാപ്ടോപ്പ് കേട്ടാ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിഷുവിനോട് കുറേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് അടുത്ത കഥ ആകുമ്പോഴത്തിന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ നാട്ടിലേക്ക് പോണതിൻ്റെ മുന്നതാ നമുക്ക് ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ കഥയൊക്കെ ഇതിലായിരിക്കും എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇറക്കുണ്ടാവാം അല്ലേ. അങ്ങനെ അതാ നമ്മളെ പുതിയ കഥക്ക് പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ അടുത്ത സ്റ്റോറിൻ്റെ ടൈറ്റിൽ നെയിം ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുന്ന പേരിൽ നിന്നാണ് നമ്മൾ ആ പേര് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ ആ ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമ.